welcome all to Super Chef. ഞാൻ നിൽക്കുന്ന രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ മെയിൻ ഹോട്ടൽ ട്രിവാൻഡ്രം കവടിയാറിലുള്ള വിൻസർ രാജധാനിയിലാണ്. ഇവിടുത്തെ കോർപ്പറേറ്റ് ഷെഫ് സോണിയാണ് ഈ എപ്പിസോഡിലെ സൂപ്പർ ഷെഫ്. വെൽക്കം ടു സൂപ്പർ ഷെഫ്. ഷെഫ്, അപ്പോൾ പറയൂ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രിപ്പറേഷൻ്റെ പേര് എന്താണ്? ദോശ റോൾ. ദോശയുടെ മുകളിൽ ഒരു 3 ലെയർ വരുന്നതാണ്. അത് ഒരു ലെയർ സ്ക്വിഡ് മസാല വരും, സെക്കൻഡ് ലെയർ റെഡ് ചട്നി വരും, മൂന്നാമത്തെ ലെയർ ഓംലെറ്റിൻ്റെ മസാല. ഇതെല്ലാം കൂടെ ഒന്ന് കുക്കായി സെറ്റായി കഴിയുമ്പോൾ റോൾ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്ന പ്രിപ്പറേഷൻ്റെ പേര് ദോശ റോളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഷെഫ്. യെസ്. ആദ്യം നമ്മൾ ദോശ പരത്താണ് അല്ലേ? ദോശ പരത്ത്, ദോശയുടെ മാവ് ദോശ പരത്ത്. ഇതിലേക്കായിരിക്കും നമ്മൾ നമ്മുടെ ബാക്കി ലെയേഴ്സ് ഒക്കെ ഇടാം അല്ലേ? അതെ, ഒന്ന് സെറ്റായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ലെയറൊക്കെ ഇടും. ഫസ്റ്റ് ലെയർ സ്ക്വിഡ് മസാലയാണ്. സ്ക്വിഡ് മസാല ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നാടൻ രീതിയിലുള്ള പ്രിപ്പറേഷൻ, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം അരിഞ്ഞൊന്ന് മൂപ്പിച്ചിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് കുടംപുളി വെള്ളം ഒഴിച്ചൊന്ന് ചോപ്പ് ചെയ്ത് വെച്ച സ്ക്വിഡ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുക്കായി വരുമ്പോൾ കുറച്ചിട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് ഒന്ന് വെതറിയിട്ട് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാണ് സ്ക്വിഡ് മസാല. ഇപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ കേട്ടു ഒരു സ്ക്വിഡിൻ്റെ ഒരു മസാല പ്രിപ്പറേഷനാണ്. ഇവിടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഷെഫ് പറഞ്ഞ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ വിട്ടു അല്ലേ? ഇത് നമ്മുടെ ഫസ്റ്റ് ലെയർ സ്ക്വിഡ് മസാല. ഇനി സെക്കൻഡ് ലെയർ ഒരു റെഡ് ചട്നിയാണ്. അതെങ്ങനെയാണ് ഷെഫ് ഉണ്ടാക്കിയത്? റെഡ് ചട്നി ബോയിൽ ചെയ്ത സവോള, അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, സോൾട്ട്, കോക്കനട്ട് ഓയിൽ, കുറച്ച് നമ്മുടെ നാടൻ വാളംപുള്ളിയുടെ വെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിക്കകത്ത് ശരിക്കും അടിച്ചെടുത്താൽ മതി. റെഡ് ചട്നി നമുക്ക് കിട്ടും. അതാണ് സെക്കൻഡ് ലെയർ. അപ്പോൾ ദോശയുടെ മേളിൽ ഫസ്റ്റ് സ്ക്വിഡ്, സെക്കൻഡ് ലെയർ റെഡ് ചട്നി, തേർഡ് ലെയർ ഓംലെറ്റിൻ്റെ മിക്സ്. നമ്മുടെ വീട്ടിലൊക്കെ മസാല ഓംലെറ്റ് ഉണ്ടാക്കത്തില്ല, ഓംലെറ്റിൻ്റെ അതേ മിക്സ് മുട്ടയും പച്ചമുളകും സവോള എല്ലാം കൂടെ അരിഞ്ഞിട്ട് സോൾട്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ദോശയുടെ റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫസ്റ്റ് ലെയർ ആഡ് ചെയ്യാൻ സമയമായി. ഒരു സ്ക്വിഡ് മസാല പ്രിപ്പറേഷൻ ആണല്ലേ? സ്പ്രെഡ് ചെയ്തിടണം. അപ്പോൾ നമ്മൾ ആദ്യം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സ്ക്വിഡ് മസാല ഇട്ടു. ഇനി സെക്കൻഡ് ലെയർ ചട്നി. ഇതാണ് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെഡ് ചട്നി. ഇത് ഫൈനലി ഈ റെഡ് ചട്നിയുടെ മേളിൽ ഇടാൻ പോണതാണ് നമ്മുടെ ഓംലെറ്റ്. നമ്മളിവിടെ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഓംലെറ്റിന്റെ പ്രിപ്പറേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓംലെറ്റിന്റെ മിക്സ് നമ്മൾ ഇട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ആ 3 ലെയർ ദോശ റോൾ റെഡിയാണല്ലേ? ഇനി ഇതിനെ റോൾ ചെയ്യണം. ഇതൊന്ന് ജസ്റ്റ് സെറ്റ് ആയി കഴിയുമ്പോൾ ഇതിനെ റോൾ ചെയ്യണം. ഓക്കെ, നമുക്കിനി ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബട്ടർ പേപ്പറിലേക്ക് അതിന് മാറ്റുകയാണ്. അങ്ങനെ ദോശ റോളിനെ നല്ലോണം റോൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ദോശ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലോണം നമ്മൾ റോൾ ചെയ്തെടുത്തു അല്ലേ ഷെഫ്? നന്നായിട്ട് റോൾ ചെയ്തെടുത്തു. ഇപ്പോൾ റോളായി കഴിഞ്ഞു. ഇനി ഒരു റോൾ ഒന്നുകൂടി നമ്മൾ ഇതിനകത്ത് ഈ ഓംലെറ്റ് ഒന്നുകൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ വെച്ച് ഒന്നുകൂടി സെറ്റ് ആവാൻ വേണ്ടി അല്ലേ? സെറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ഈ സ്ക്വിഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഏത് ഫില്ലിംഗ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് വേണം. നമ്മുടെ പ്രിപ്പറേഷൻ ദോശ റോൾ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ പ്ലേറ്റിലേക്ക് അതിനെ സെർവ് ചെയ്യുക. ഷെഫ് നല്ലവണ്ണം ഒരു ബ്യൂട്ടിഫുൾ പ്ലേറ്റ്, എനിക്കൊന്ന് കുക്കുമ്പർ ക്യാരറ്റ്സ് ഒക്കെ ആയിട്ടല്ലേ? ഏത് ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം, നമുക്ക് കഴിക്കാൻ തോന്നത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെറൈറ്റി ഐറ്റമാണ് ദോശ റോൾ.